Hello guys, good morning. So today is a Sunday and we both have leave today. So maximum നമ്മൾ എല്ലാ ഞായറാഴ്ചയും ലൈബാച്ചുമായിട്ട് എങ്ങനെ സ്പെൻഡ് ചെയ്യണം നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ആകെ ഒരു സൺഡേ ആണ് ലൈബാച്ചുമായിട്ട് മാക്സിമം, അതായത് ഒരു 24 hours ഫുള്ളി സ്പെൻഡ് ചെയ്യാൻ കിട്ടാറുള്ളൂ ഇൻ എ വീക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് നല്ലോണം പ്ലാൻ ചെയ്യാറുണ്ട് എങ്ങനെയൊക്കെ അത് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഇത്തവണ ഈ സൺഡേ ബീച്ചിൽ പോകാനാണ് പ്ലാൻ ഇട്ടത്. നമ്മളിതുവരെ ലൈബാച്ചിനെ ബീച്ചിൽ കൊണ്ടുപോയിട്ടില്ല, അവളിതുവരെ ബീച്ചിലൊന്നും ഇറങ്ങിയിട്ടുമില്ല. അപ്പോൾ നമ്മളങ്ങനെ ഇത്തവണ ബീച്ചിൽ പോയി. നമ്മൾ പോണ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വെളുപ്പിനെ എണീച്ച് പോവുകയാണ് ചെയ്തത്. വെളുപ്പിനെ എണീച്ച് പോയെങ്കിലും അവൾ പോണ വഴി കിടന്ന് ഉറങ്ങി. നമ്മൾ അജ്മാൻ കോർണിഷ് ബീച്ചിലാണ് പോയത്. അവിടെ എത്തി പിന്നെ നമ്മൾ അവളെ ഒരു കണക്കിന് ഉറക്കത്തിൽ നിന്നൊക്കെ എണീപ്പിച്ച് അവൾക്ക് ബീച്ച് കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു അന്താളിപ്പും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അവളെ ഫസ്റ്റ് തന്നെ ഒന്ന് ബീച്ചിൽ ഇറക്കി നോക്കി. പക്ഷെ അവൾ പേടിച്ചു പോയി. അവൾ ആ വെള്ളം വന്നിങ്ങനെ അടിച്ചപ്പോൾ, തിര വന്ന് അടിച്ചപ്പോൾ ശരിക്കും പേടിയായി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അവളെ കരച്ചിൽ മാറ്റി അവളെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം അവളെ ജസ്റ്റ് ബീച്ച് നോക്കി നിർത്തിച്ച്. അങ്ങനെ കുറച്ച് നേരം അവളവിടെ പിള്ളേർ കളിക്കുന്നതും അപ്പുറത്ത് എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതും തീരെ വരുന്നതൊക്കെ നോക്കിയിരുന്നു. എല്ലാവരെയും ശ്രദ്ധിക്കായിരുന്നു അവൾ നന്നോണം. പിന്നെ അതിന് നമ്മളെന്ത് ചെയ്തു, പിന്നെ ഇറക്കി നോക്കിയായിരുന്നു. പക്ഷേ അവൾ അപ്പോഴും പേടിച്ചിട്ടോ. അവൾ കുറേ നേരം എല്ലാവരെയും നോക്കണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് നമ്മൾ പിന്നെ വിചാരിച്ചു കുറച്ച് നേരം അവിടെ മണലിലൊക്കെ ഇരുത്തി അവളെ കളിപ്പിക്കണം. അങ്ങനെ നമ്മളെന്ത് ചെയ്തു, അവളെ കളിപ്പിക്കാനായിട്ട് മണലിലിരുത്തി. സാധാരണ താഴെ ഇരുത്തി കഴിഞ്ഞാൽ അവൾ എങ്ങോട്ടെങ്കിലൊക്കെ മുട്ടുകുത്തി ഓടാനാണ് ശ്രമിക്കാറ്. പക്ഷെ എന്താണെന്നറിയില്ല, അവൾ ഇനി വെള്ളം കണ്ട് പേടിച്ചിട്ടാണോ, മണ്ണിൽ നമ്മളിങ്ങനെ ഫസ്റ്റ് ആയിട്ട് എടുത്തുന്നത്, അപ്പോൾ അതുകൊണ്ടാണോ എല്ലാം ഒന്ന് നിരീക്ഷിക്കുന്നതല്ലാണ്ട് ആൾ അനങ്ങണമൊന്നുമില്ല. അവളവിടെ ഇരിക്കുമ്പോഴും ഈ തിര വന്ന് അടിക്കുന്നതും ഇങ്ങനെ വെള്ളം വന്ന് കയറുന്നതൊക്കെ ഇങ്ങനെ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. അസ്ല അതിൻ്റെ ഇടയിൽ അവളെ കളിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് മണ്ണൊക്കെ വെച്ച്. പക്ഷെ അവളുടെ ശ്രദ്ധ അവിടെ ഒന്നുമല്ലായിരുന്നു. എന്താണ് ആ തിര ഇങ്ങനെ അടച്ചു വരുന്നതെന്നൊക്കെയാണ് അവൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിന് നമ്മൾ അവളവിടെ ഇരുത്തി മെർമെയ്ഡിൻ്റെ ടെയിൽ ഉണ്ടാക്കാമെന്ന് വെച്ചു അവൾക്ക്. അങ്ങനെ നമ്മൾ മെർമെയ്ഡിൻ്റെ ടെയിലൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ അതും സക്സസ്ഫുൾ ആയില്ല. മെർമെയ്ഡിൻ്റെ ടെയിലല്ല, വേറെന്തോ ഒരു ടെയിലൊക്കെ ആയി മാറിയായിരുന്നു. കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്ന് എല്ലാം അവൾ വാച്ചൊക്കെ ചെയ്തതിനപ്പോഴേക്കും അവൾ ഏകദേശമായ ഒരു എൻവയോൺമെൻറ്റിനോട് നല്ലോണം അറ്റാച്ച് ആയി തുടങ്ങിയായിരുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മളും മണ്ണിൽ കളിക്കുന്നുണ്ടപ്പോൾ അവളും കുറച്ചുകൂടി ഹാപ്പിയായി. അവൾ ആ ഒരു എൻവയോൺമെൻറ്റിനോട് കംഫർട്ടായി അവൾ കളിക്കാനിറങ്ങി. നമ്മളോടൊപ്പം അവൾ മണ്ണിലൊക്കെ കളിക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ പാവം അവൾ അനങ്ങാൻ നോക്കുമ്പോൾ അവളുടെ കാല് സ്റ്റക്കായിരുന്നു നമ്മൾ മറുപടി ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവൾ അരങ്ങി. അങ്ങനെ പിന്നെ നമ്മളവൾ ഓക്കെ ആയി എന്ന് തോന്നിയപ്പോൾ വീണ്ടും നമ്മൾ ലാസ്റ്റ് ഇറക്കി. അപ്പോൾ ഇത്തവണ അവൾ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അവൾ ഇത്തവണ കയറിയിട്ട് ബഹളമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ചെറിയൊരു പേടി അവളുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. എന്തായാലും വീണ്ടും അവളെ കൊണ്ട് ഇനിയും ബീച്ചിലേക്ക് ഇനിയും പോകണം എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. കാരണം അവളുടെ ഈ പേടിയും ഒക്കെ മാറ്റിയെടുക്കണം. പിന്നെ നമ്മളത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ കുറേ കക്ക് എടുപ്പുണ്ടായിരുന്നു കുറേ കളറിൽ, അതൊക്കെ നമ്മൾ പെറുക്കി. പിന്നെ അതിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. നമ്മൾ മലബാർ പ്ലേറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. ലൈബാജുവിന് ഞാൻ ഫുഡൊക്കെ കൊടുത്തു. അവൾക്ക് നമ്മുടെ ഒപ്പം ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ ടാറ്റ കൊടുക്കണേ കാണിച്ച്. ടാറ്റാ ടാറ്റാ. എന്തൊക്കെയോ സംസാരിക്കുകയാണല്ലോ. ആരോടാ സംസാരിക്കണ നീ?
നീ അങ്ങനെ ഫുഡും കഴിച്ച് നമ്മൾ നേരെ ഫാക്ടറി ഔട്ട്ലെറ്റ് മാളിൽ പോയി അസുവിന് ഡ്രസ്സ് എടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, സീ യു.